ബൈനോക്കൽ ടോക്സിൻ്റെ ഒരു പുതിയ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങൾ വയനാട് പോയി കേട്ടോ. വയനാട് 2-3 ദിവസം ഞങ്ങൾ വയനാട് പോയായിരുന്നു. ഞങ്ങൾ ചൂരൽമല, മേപ്പാടി അവിടെയൊക്കെ പോയി കണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരും രാവിലെ താമസത്തിൽ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ശകലം മോരും കൂട്ടാനും ചോറും ഒക്കെ ഉണ്ടായിക്കൊണ്ട് ഇറങ്ങി. ഞങ്ങൾക്ക് വരുന്ന വഴിക്കായിരുന്നെങ്കിൽ നമുക്ക് മീൻ വാങ്ങിച്ച് കറി വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വന്ന വഴിക്ക് നമ്മുടെ താമരശ്ശേരി ചുരം തുടങ്ങുന്നതിൻ്റെ മുമ്പ് വെച്ച്, അതായത് വൈത്തിരി വെച്ച് നമുക്കിത് മീനൊക്കെ കിട്ടി. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് നമ്മൾ കുറച്ച് ദൂരം കൊണ്ട് വന്നപ്പോൾ നല്ല ഒരു വീടെന്തോ പണിയാനായിട്ട് ഇത്തിരി സ്ഥലം അവിടെ എടുത്തിട്ടുണ്ട്. അവിടോട്ട് നമ്മൾ വണ്ടി കയറ്റിയൊക്കെ നിർത്തി നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ച് ഉണ്ടല്ലോ. എല്ലാം നമ്മളൊരു ബാഗിനകത്ത് എല്ലാ സാധനം കൊണ്ടുണ്ട്. നമ്മുടെ കുരുമുളക് പൊടി, നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജയ് എന്ന് പറഞ്ഞ ചേട്ടനാണ് കേട്ടോ, നമ്മുടെ കൂട്ടുകാരൻ ചേട്ടനാണ്. പുള്ളി ഉണ്ടായിരുന്നു ഞങ്ങളുടെ യാത്രയിൽ. ഈ കുരുമുളക് വിതറി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ക്യാമറക്കാരൻ്റെ ഒക്കെ നമ്മുടെ ക്യാമറയുടെ കണ്ണിൽ കൂടെ ഒക്കെ വീണതാ പറഞ്ഞത്. നമ്മളവിടുന്ന് ഒരു ചെറിയ ഒരു വെള്ളച്ചൂര വാങ്ങി മുറിച്ച് നല്ല സെറ്റാക്കി എടുത്ത് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കാൻ ആക്ഷൻ കാണിക്കുക. നമുക്ക് ഈ പുറത്തെ സൗണ്ട് ഇടാൻ പറ്റില്ല, ഭയങ്കര ചീവീടിൻ്റെ സൗണ്ടായിരുന്നേ. അത് ഇല്ലെങ്കിൽ നമ്മൾ ആ സൗണ്ട് ഇട്ടേനെ. നമ്മളത് കാറ്റൊക്കെ നോക്കി നമ്മുടെ രഥത്തിൻ്റെ ഒരു സൈഡിലോട്ട് നമ്മുടെ സ്റ്റൗവൊക്കെ സെറ്റ് ചെയ്തു. ഭയങ്കര കാറ്റ്. ഇനിയിപ്പോൾ നമ്മുടെ മറ എടുത്ത് വെക്കേണ്ട ലക്ഷണം. നമുക്ക് സ്റ്റൗവിന് വെക്കാനായിട്ട് നമ്മളൊരു മറയും കിടപ്പാടും കട്ടിംഗ് പാടും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമുണ്ട് നമ്മുടെ വണ്ടിയിൽ. കേട്ടല്ല, അതിന് ഈ 2 പീസ് മൊത്തം 2 പീസ് അത്. പക്ഷേ ഒരു പീസിനെ നമ്മൾ 2 ഇത് വിചാരി വെച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എളുപ്പം ഇങ്ങനെ ഈ സ്റ്റൗവിൻ്റെ സൈഡിൽ വെക്കാൻ വേണ്ടിയൊക്കെ നമ്മൾ ചെയ്തേക്കണം. അതായത് മിക്കവാറും സൈഡിൽ ചെല്ലുമ്പോഴൊക്കെ മിക്കവാറും സ്ഥലങ്ങളിൽ ചെന്ന് നിർത്തുമ്പോഴൊക്കെ കാറ്റായിരിക്കും. ഞങ്ങൾ കോഴിക്കോട് പോയി ഒന്ന് ഫുഡുണ്ടാക്കി. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഉപയോഗം നമുക്ക് മനസ്സിലായി. ഇതില്ലാത്തതിൻ്റെ ഒരു വിഷമവും ഇതുള്ളപ്പോൾ ഉള്ള ഉപയോഗം മനസ്സിലായി. ഇനി കണ്ടോ, സെറ്റായി കാട്ടല്ല. ഇനി ഇതിനകത്ത് വെച്ച് അവിടെ അടുക്കള സെറ്റായി കേട്ടോ. കർത്താവൊന്നും വിളിക്കാൻ പറ്റിയില്ല എല്ലാവരും. അവിടെ എണ്ണ ചൂടായി. വെളിച്ചെണ്ണ ഒഴിച്ചായിരുന്നു. ഉണ്ടോ, എണ്ണ ചൂടായി. അതാ മഴവെള്ളം വേണം കണ്ടോ, അതിനകത്ത് കുരുകുരാതെ പൊട്ടിത്തെറിക്കുന്നു. നമ്മൾ കരിയാപ്പല നിർത്തി വെച്ച് അതാ നമ്മൾ വന്ന വഴിക്ക് വാങ്ങിയതാ കേട്ടോ. പക്ഷേ വാങ്ങണ്ടായിരുന്നു. വണ്ടി നിർത്തിയതിന് തൊട്ടടുത്തൊരു വീട്ടിലുണ്ടായിരുന്നു. ഇനി വണ്ടി നിർത്തിയതിന് എന്നാ സംഭവിക്കുന്ന അറിയില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ കരിയാപ്പല പറിക്കാൻ മെനക്കെട്ടില്ല. മുളകൊക്കെ തേച്ച് നല്ല അടിപൊളിയാക്കി നമ്മൾ വഴിക്ക് മീനും പൊരിച്ച് നമ്മുടെ ചോറും മോരും കൂടെ ചേർത്ത് നമുക്ക് കഴിക്കാം. ഉണ്ടല്ലോ, കത്തി എത്ര സെറ്റപ്പല്ലായിരുന്നു അവരുടെ. കഷ്ണങ്ങളൊക്കെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരു സന്തോഷം കേട്ടോ യാത്രയിൽ. ഇതൊക്കെ ഉള്ളൂ നമുക്കൊരു ഇത്. നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുന്നു, പിന്നെ നമ്മളിത് യൂട്യൂബിൻ്റെ ഇതൊക്കെ നടക്കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നേരിട്ട് കാണും. നമ്മളെല്ലാം ക്യാമറയിൽ കൂടെ അല്ലേ കാണുന്നത്. അത് നമുക്ക് സാധാരണ നമ്മൾ പോയി കാണുന്ന ഒരു രീതിയല്ല. നമുക്കൊരു ആസ്വാദനത്തിനൊരിതില്ല. അതുകൊണ്ട് ആപ്പാടെ ഞങ്ങൾ എൻജോയ്മെൻറ്റ് ചെയ്യുന്ന ഇതുപോലെ വഴിക്ക് നിർത്തി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ്. അതായത് ഈ വെജിറ്റബിൾ അല്ല വീട്ടിൽ മറ്റേ അവിയലും മറ്റേ തോരനും ഒന്നും ഉണ്ടാക്കിയാൽ കഴിക്കുകയല്ലോ. അതുകൊണ്ട് വെജിറ്റബിൾ മുഖ്യം ബേക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ യാത്രയിൽ ഞങ്ങൾ ഒരുമാതിരി എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് സലാഡ് ഉണ്ടാക്കി കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ശാലം വെള്ളം വീഴുന്നുണ്ട് കേട്ടോ. ക്യാമറയുടെ ഫ്രണ്ടിൽ കൂടെ തുള്ളിയായിട്ട് വീഴുന്നുണ്ട്. നല്ല ശക്തമായ മഴ ഒന്ന് പെയ്തായിരുന്നു. ഇപ്പോൾ വീണ്ടും പെയ്യാനുള്ള ഇതിലാണ്. നല്ല മീനിങ് നല്ല മുരിഞ്ഞ നല്ല അറ്റപൊളിയായി. ഒരു സൈഡ് നന്നായിട്ട് ഇതായിട്ടുണ്ട് കേട്ടോ. കഴിക്കാതെ സംഭവിക്കുമെന്ന് തോന്നുന്നില്ല. മഴ അമ്മാതിരി പെയ്യുന്നത്. തോർത്തൊക്കെ ഇട്ട് സലാഡ് അരിയേണ്ട ഗതികേട് വന്നു. സലാഡ് അരിയാൻ വിളിച്ചപ്പോൾ മഴയാണെന്ന് പറഞ്ഞ് 2 കാറിനകത്ത് കയറി. നമ്മുടെ ക്യാമറമാനും ഞാനും മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ ഇങ്ങനെ അരിയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പം ചോറിനും അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ കാണുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അവിടെ മീൻ സെറ്റായിട്ടുണ്ട്. ആദ്യത്തെ റൗണ്ട് കേട്ടോ. ഇപ്പോൾ ഇനി നമ്മളിത് അടുത്ത റൗണ്ട് ഇട്ടേച്ച് നമ്മൾ ചോറിനാൻ പോകും. കാരണം വിശന്ന് ഒരു പരുവായി. എവിടെയെങ്കിലും ഒന്ന് നിർത്തി ഇത് ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടി കാത്തിരുന്നപ്പോൾ വന്ന സൈഡിലെല്ലാം തിരക്ക്. ഒന്നാമത് വയനാട് ഇപ്പോൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് സൈഡിലൊക്കെ വണ്ടികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സ്ഥലങ്ങൾ കാണാനും പിന്നെ ഈ ദുരിതാശ്വാസത്തിന് പോകാനും അതിനൊക്കെ ആൾക്കാർ ഒത്തിരി പേരുണ്ട് കേട്ടോ. അങ്ങനെ സർക്കാർ വാഹനങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമ്മൾ മാറ്റി ഈ നമ്മൾ വഴി നിർത്തി ഫുഡൊക്കെ ഉണ്ടാക്കി ഒരു തടസ്സം ഉണ്ടാക്കണമായിരുന്നു. ഞങ്ങളുടെ ഒന്ന് ഉച്ചക്കത്തെ ഊണ് റെഡിയായി. നല്ല ഒന്നാന്തരം കുത്തിരിച്ചോറും വെള്ള ചൂര വറുത്തതും മോര് കറി. മോരുണ്ട് കേട്ടോ. മോര് പത്രത്തിനകത്ത് വണ്ടിക്കകത്തിരിപ്പുണ്ട്. മോരെടുക്കാൻ ആൾ പോയിട്ടുണ്ട്. ഇതൊക്കെ ഒരു സുഖമാണ് കേട്ടോ. ഇതൊക്കെ ഉള്ളൂ ഇതിനകത്ത് യാത്രയിലൊരു ഭംഗി. നല്ല മുരുമുരാന്ന് മുരിഞ്ഞൊരു മീൻ കഷ്ണം.
എന്നെ ടേസ്റ്റ് ആയിരിക്കുന്നു, അടിപൊളിയാണ്. ആ നാരങ്ങാനീരമൊക്കെ പിഴിഞ്ഞ് നിമർത്തത്. അപ്പോൾ ദേ ഇതൊക്കെയാണ് ഞങ്ങളുടെ യാത്രയിൽ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ചിലവ് കുറയ്ക്കുന്നതും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അതപ്പോൾ നിങ്ങൾക്കൊക്കെ അനുകരിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ചെറിയൊരു സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇതുപോലെ ഫുഡ് കഴിക്കാം. നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. അടുത്ത മഴയ്ക്ക് മുമ്പ് നമ്മൾ സാധനം പെറുക്കി കയറ്റുന്നു, നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് യാത്രയാവുന്നു. അപ്പം ഓക്കെ.